شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ ഖിയാമ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ ആയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനഹ്. അവൻ്റെ വിരൽ തലപ്പുകൾ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവരാണ് നമ്മൾ. എന്നിട്ടാണോ പുനർജന്മം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത്? നമ്മളതിൻ്റെ ആശയം വിശദമായി പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാര്യമായി നമ്മൾ പഠിച്ചത് ഈ ആയത്തുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ വണ്ടേഴ്സ്, സംഖ്യാത്ഭുതങ്ങളായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരം അത്ഭുതങ്ങളുണ്ട്. ഇതൊന്നും യാദൃശ്ചികമല്ല എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. 23 എന്ന നമ്പറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 46 കുറിച്ച് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ അവതീർണമാവാനെടുത്ത വർഷമാണ് 23 വർഷം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള പെയേഴ്സ് ഓഫ് ക്രോമസോം ജോഡികൾ 23 എണ്ണമാണ്. അതായത് 46 എണ്ണം ടോട്ടൽ. ഈ 23 എന്ന നമ്പറിലേക്ക് കൊണ്ടെത്തിക്കുന്ന നിരവധി അത്ഭുതങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടും ഉണ്ട്, ബനാൻ എന്ന പദവുമായി ബന്ധപ്പെട്ടിട്ടും ഉണ്ട്. 1-2 ഉദാഹരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ ആകെ ബനാൻ എന്ന് പ്രയോഗിച്ചത് 2 സൂറകളിലാണ് എന്നും നമ്മൾ പറഞ്ഞു. സൂറത്തുൽ അംഫാലിലെ 12-ാമത്തെ ആയത്തിൻ്റെ അവസാനവും ഈ സൂറയിലെ 4-ാമത്തെ ആയത്തിൻ്റെ അവസാനവും. ഈ 2 ആയത്തുകളും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂറത്തുൽ അംഫാലിൽ ആകെ ആയത്തുകളുടെ എണ്ണം എത്ര നേരം? 75ആണ്. സൂറത്തുൽ ഖിയാമയിലെ ആയത്തിൻ്റെ എണ്ണം 40ആണ്. ഈ 2 ആയത്തുകളുടെ ഈ 2 സൂറകളിലും ആയത്തുകളുടെ എണ്ണം തമ്മിൽ കൂട്ടിയാൽ, അതായത് 75ഉം 40ഉം തമ്മിൽ കൂട്ടി എത്ര കിട്ടുക? 115 കിട്ടുക. ഈ 115 എന്നുള്ളത് എന്താ സംഭവം? 5 × 23 ആണ്. 5 × 23 = 115. ഈ 2 സൂറകളുടെയും ആയത്തുകളുടെ എണ്ണം 75ഉം + 40ഉം കൂട്ടിയാൽ 115 കിട്ടും. ആ 115 എന്നത് 5 × 23 എന്നതിൻ്റെ സമ്മാണ്, തുകയാണ്. അപ്പോൾ അവിടെയും ഒരു 23 വന്നു അല്ലേ? മനുഷ്യൻ്റെ ക്രോമസോമുകളുടെ ജോഡികളിലേക്ക്, അതല്ലെങ്കിൽ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട്. മാത്രമല്ല 5 × 23 5 എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്തും മനുഷ്യന് ഓരോ ഭാഗത്തും 5 വിരലുകളാണ് ഉള്ളത് എന്ന സൂചനയും അവിടെ കിട്ടി. ഇങ്ങനെ നിരവധി അത്ഭുതങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറയുന്നുണ്ട്. നമ്മൾ ഉദാഹരണത്തിനോട് 1-2 പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ആട്ടെ, അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാൾ കൊണ്ടും മനുഷ്യനെ നിരന്തരം ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ കൊണ്ടുമൊക്കെ സത്യം ചെയ്ത് പറയുന്ന അല്ലാഹു തആല ഗൗരവതരമായ കാര്യം പുനർജന്മം ഉണ്ടാകും എന്നതു തന്നെയാണ്. നിങ്ങളത് ചിന്തിക്കണം, അത് പഠിക്കണം, മനസ്സിലാക്കണം. അതൊന്നും നിഷേധിക്കാവതല്ല എന്ന് അല്ലാഹു തആല വളരെ കണിശമായി സത്യം ചെയ്തുകൊണ്ട് ഉറപ്പാക്കി പറയുകയാണ്. ഇതാണ് 4-ാമത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ 5-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമഹ്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യൻ നിഷേധങ്ങൾ നടത്തി, അതല്ലെങ്കിൽ പറയുന്നതൊന്നും അംഗീകരിക്കാതെ ഭാവിയിലും ഈ നിഷേധം തുടരാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ കാട്ട നന്നാവല്ല വേണ്ടത്, ഒക്കെ തിരുത്തി ഇസ്ലാം അംഗീകരിക്കുകയാണ് വേണ്ടത്. പക്ഷേ അതിനൊന്നും തയ്യാറാവാതെ ഇനിയുള്ള കാലവും ഫാജിറായി, തമ്മാടിയായി, അല്ലെങ്കിൽ നിഷേധിയായി തുടരാൻ തന്നെയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല പറയുകയാണ്, ബൽ യുരീദുൽ ഇൻസാനു എന്നിടത്ത് തജ്വീദിൻ്റെ നിയമം ശ്രദ്ധിക്കണേ. സാക്കിന നൂനിൻ്റെ ശേഷം സീനാണ് അവിടെ വന്നത്. ഇഖ്ഫാ ആണ് അവിടുത്തെ ഹുക്മ് എന്ന് പറഞ്ഞാൽ മറിച്ചു മണിക്കണം. നൂനിനെ സീനിൽ ഒളിപ്പിച്ച് എന്താക്കണം? മറച്ചിട്ട് മണിക്കണം. നൂന് പുറത്തേക്ക് കേൾക്കാൻ പാടില്ല. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമഹ്. ബൽ പക്ഷേ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യൻ എന്താ ചെയ്യണത്? ബൽ പക്ഷേ, യുരീദു മനുഷ്യൻ ഉദ്ദേശിക്കുന്നു, ആരുദ്ദേശിക്കുന്നു? അൽ ഇൻസാനു മനുഷ്യൻ ഉദ്ദേശിക്കുന്നു. എന്തിന്? ലിയഫ്ജുറ
നിഷേധത്തിന്, നിഷേധിക്കാൻ, അല്ലെങ്കിൽ തമ്മാടിയായി നടക്കാൻ, ധിക്കാരിയായി നടക്കാൻ, ലിയഫ്ജുറ നിഷേധിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നു. എപ്പോ? അമാമഹു അവന്റെ മുന്നിൽ നിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും അവന്റെ മുമ്പിൽ വരാനുള്ള ദിവസങ്ങളിൽ, ഇനിയും അവന്റെ മുന്നിൽ വരാനുള്ള കാലങ്ങളിൽ, സമയങ്ങളിലൊക്കെ നിഷേധിയായി തുടരാൻ തന്നെയാണ് മനുഷ്യൻ ഉദ്ദേശിക്കുന്നത്. പിന്മാറാൻ അവർക്ക് താല്പര്യമില്ല. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ, പക്ഷേ മനുഷ്യൻ തന്റെ ഭാവിയിലും നിഷേധം തുടരുവാൻ ഉദ്ദേശിക്കുന്നു. ഫജറ യഫ്ജുറു ഫജ്റൻ വ ഫജൂറൻ എന്നൊക്കെ, ഫുജൂറൻ എന്നൊക്കെ പറഞ്ഞാൽ ഫാജിറുൻ തെമ്മാടി എന്ന് പറയും. ഫജറ റജുലു എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയുക, തെമ്മാടിയായി, ഫാസിഖായി എന്നൊക്കെയാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. ഫാജിർ എന്ന് പറഞ്ഞാൽ തെമ്മാടി എന്നാണ് അർത്ഥം. അതിൽ വേണ്ടാത്ത ചെയ്യുന്ന ആളുകൾ അവർക്കാണ് ഫാജിർ എന്ന് പറയാം. ഇവിടെ ലിയഫ്ജുറ എന്ന് പറഞ്ഞാൽ തെമ്മാടിയായി നടക്കാനെന്ന് ഉദ്ദേശിച്ചാൽ ഇവിടുത്തെ കാര്യം നിഷേധിയായി തുടരാൻ, ഖിയാമനാളൊന്നുമില്ല, പുനർജന്മമൊന്നുമില്ല, ദീനും റിസാലത്തും ബഅസൊന്നുമില്ല എന്നിങ്ങനെ നിഷേധിക്കാൻ നടക്കുന്ന ആളുകളില്ല. അത് തുടരാൻ തന്നെയാണ് അവരുടെ ഭാവം. എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളായ ആളുകൾ ഭാവിയിൽ വരാനിരിക്കുന്ന പുനർജന്മം, വിചാരണ എന്നിവയൊക്കെ നിഷേധിക്കുകയും ആ നിഷേധത്തിലായി തന്നെ, എന്ന് പറഞ്ഞാൽ ആ തോന്നിയാസങ്ങളിലായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. തിരിച്ചു വരാനോ മാറി ചിന്തിക്കാനോ അവർ തയ്യാറല്ല. അത് വലിയൊരു അപകടമാണല്ലോ. ഇനിയും അങ്ങനെ തന്നെ വേണ്ടാത്തരങ്ങൾ തുടർന്ന് പോകാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ അത്ഭുതം എന്താണ്, അപകടം എന്താണ്? അതുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെ പ്രത്യേകമായി പറയാൻ കാരണം. ശരി, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റും, ചിലപ്പോൾ അങ്ങനെ നിഷേധിച്ചെന്ന് വരും, അത് അറിവില്ലായ്മ കൊണ്ടാവാം. പക്ഷെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ തിരുത്തി അംഗീകരിച്ച് വരണ്ടേ? അതിനൊന്നും തയ്യാറല്ല, ഞങ്ങൾ ഇനി അങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇവിടെ വേറെയും കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ആയത്ത് നിഷേധിയായി തുടരാൻ തന്നെയാണ് മനുഷ്യന്റെ തീരുമാനം എന്ന ഈ ആയത്ത് നമ്മളെയൊക്കെ പിടിച്ചു കുലിക്കേണ്ടതുണ്ട്. പല ഘട്ടങ്ങളിലും നമ്മുടെയും സമീപനം ഇതുതന്നെയാണ്. എടാ തെറ്റൊന്നും ചെയ്യല്ലേ, ഇത് തൗബ ചെയ്ത് മടങ്ങുക, ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഇങ്ങനൊക്കെ ആയാൽ മതിയോ? വറള് മാത്രം നിസ്കരിച്ച് പോയാൽ മതി, റവാത്തുകളൊക്കെ കൃത്യമായിട്ട് കൊണ്ടു നടക്കണ്ട. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി കഴിയട്ടെ, ചെയ്യണം എന്നുണ്ട്. എന്താണ് ആണില്ല, ബിസിനസ്സും തിരക്കും മക്കളും സ്കൂളും എന്താണ് പറയുക, ഓഫീസും മാർക്കറ്റും അങ്ങനൊക്കെ പാടായിട്ട് കഴിയണില്ല. പിന്നാക്കാം, ഇൻഷാ അല്ലാഹ് പിന്നാക്കാം. ഇങ്ങനെ പിന്നീട് തെറ്റുകൾ ചെയ്യുകയും പിന്നീട് തൗബ ചെയ്യാമെന്ന് പറഞ്ഞ് തൗബകൾ പിന്തിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉദ്ദേശം എന്നും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, ഈ കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം നിഷേധങ്ങൾ തുടരാൻ തന്നെയാണ് മുശ്രിക്കുകളുടെ ഉദ്ദേശം എന്നത് ഇതിൻ്റെ ഒരു തഫ്സീറാണ്. അതേപോലെ തന്നെ ഇതിന് മറ്റൊരു തഫ്സീറാണ്, തെറ്റുകൾ ചെയ്ത് തൗബ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പിന്നെ തൗബ ചെയ്യാമെന്ന് പറഞ്ഞ് തൗബയെ പിന്തിപ്പിക്കുന്ന ആളുകൾ, അവരാണ് ഇവിടെ ഉദ്ദേശം. അതല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് പിന്നീട് എന്ന് പറയുന്ന ലോട്ടറി പോലെ നാളെ എന്ന് പറയുന്ന ആ ഒരു സ്വഭാവക്കാരെയാണ് അല്ലാഹു തആല അവിടെ ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? ഒരാൾക്കും അങ്ങനെ സ്വഭാവമല്ലേ? നിഷേധം തുടരാൻ തന്നെയാണ് മനുഷ്യന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെയാണ് മനുഷ്യന്റെ തീരുമാനം. അല്ലെങ്കിൽ നന്മകൾ കൃത്യമായി ചെയ്യാതിരിക്കാൻ തന്നെയാണ് മനുഷ്യന്റെ തീരുമാനം. കുറേ ചെയ്യാനുള്ള അവസരങ്ങൾ പിന്നാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന ഒരു നിലപാട് മനുഷ്യൻ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ അങ്ങനെ ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു ഹദീസിന് വളരെ ഗൗരവതരമാണ്. പിന്നീട് പശ്ചാത്തപിക്കാം എന്ന് പറയുന്ന ആള്, എന്നിട്ട് അയാൾ പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്താൽ, ഒരാൾ പറഞ്ഞു ഞാൻ പിന്നെ തൗബ ചെയ്യാം, എന്നിട്ട് അയാൾ തൗബ ചെയ്യാതിരുന്നാൽ അയാൾ വാഗ്ദാന ലംഘനം നടത്തുകയും കള്ളം പറയുകയും ചെയ്തവനാണ് എന്ന് ഹദീസിലുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ മുനാഫിക്കായി നടത്തും. മുനാഫിക്കിൻ്റെ അടയാളല്ലേ ഇത് രണ്ടും? കള്ളം പറയുക എന്നതും. ഇതാ ഹദ്ദസ കദീബ, പറഞ്ഞാൽ നുണേ പറയുള്ളൂ. ഇതാ ഹദ്ദസ, എന്തെങ്കിലും മുണ്ടിയാൽ പിന്നെ എന്താണ് പറയാ, ഇതാ ഹദ്ദസ കദബ, സംസാരിച്ചാലും നുണേ പറയുള്ളൂ. ഇതാ അഖ്ലഫ, എന്താണ് വൈദാ വഅദ അഖ്ലഫ, വൈദാ വഅദ അഖ്ലഫ, എന്തെങ്കിലും വാഗ്ദത്തം ചെയ്താൽ അത് ലംഘിക്കുകയും ചെയ്യും. മുനാഫിഖിന്റെ അടയാളത്തിൽപ്പെട്ടാണ്. അപ്പോൾ ഒരു സംഗതി തൗബ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്തിച്ച് വെച്ച് പിന്നെ തൗബ ചെയ്യാതിരുന്ന ഒരാൾ, ഞാൻ നാളെ ചെയ്യാന്ന് പറഞ്ഞു, നാളെ ചെയ്തിരാൻ നോക്കുക, എന്നാൽ അയാൾ ഈ പറയപ്പെട്ട മുനാഫിഖിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ട 2 ലക്ഷണങ്ങളുള്ള ആളായി. എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം ലംഘിക്കുകയും ചെയ്തു, കളവ് പറയുകയും ചെയ്തു. അപ്പോൾ ഈ തസ്വീഫ് കൊണ്ടുണ്ടാകുന്ന ഒരു പരിണിത ഫലമാണത്, മുനാഫിഖായി മാറും എന്നത്. അങ്ങനെ ചെയ്യരുത്, ഒന്നും പിന്തിക്കേണ്ട. പിന്നെ ചെയ്യാ എന്ന് പറയുന്നത് മഹാമോശം ഏർപ്പാടാണ് എന്നാണ്. ഏതാണ് ഈ എന്നാണ് ഈ പിന്നേക്ക് നമ്മൾ ഉണ്ടാകുമോ എന്ന് ആർക്കറിയാം?
അടുത്ത സെക്കൻഡിൽ നമ്മളെ കഥ കഴിഞ്ഞുകൂടെ, നമ്മൾ മരണപ്പെട്ടുകൂടെ? നമുക്കത് ഉറപ്പാണ്, എപ്പോൾ വേണമെങ്കിലും ഞാൻ പോകാൻ. പക്ഷെ ആ ഉറപ്പിനനുസരിച്ചുള്ള ഒരു കുറുപ്പിൻ്റെ ഉറപ്പ് എന്നൊക്കെ പറയും നമ്മളല്ലേ, അങ്ങനത്തെ ഒരു ഉറപ്പ്. നമ്മൾ ഒരു ഉറപ്പിനനുസരിച്ചുള്ള ഒരു നിലപാടുകളും പരിപാടികളും നമ്മളെ ഭാഗത്ത് നിന്ന് കാണാറില്ല. അത് എന്നോട് ഞാൻ പറയുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ 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 എന്ന് പറയരുത്, പിന്നെ എന്ന് പറയരുത്. പല ആളുകളും അങ്ങനെ പറഞ്ഞിട്ട് കുടുങ്ങിയിട്ടുണ്ട്. അഅ്ശ ഇബ്നു മൈമൂൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു കവി, അഅ്ശ ഇബ്നു മൈമൂൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു കവി ഹിജാസിൽ വളരെ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം ഏകദേശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പിന്നെ മക്കയിലേക്ക് വന്നപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നന്നായി പുകഴ്ത്തി ഖസീദ പാടി, ബൈത്ത് പാടി, പാട്ടുപാടി, നല്ലോണം പുകഴ്ത്തിയിട്ട് പാടി. ഇത് മുശ്രിക്കീങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഇവർക്കാകെ പേടിയായി. പഠിച്ചാൽ ഈ ഒരു മനുഷ്യൻ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് നിലവിലൊക്കെയുള്ളൊരു മനുഷ്യനാണ്, ഇയാൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പാടാൻ തുടങ്ങിയാൽ ഇത് വല്ലാതെ ആളുകൾ ആകർഷിക്കുമല്ലോ, കുറേ ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരുമല്ലോ എന്നൊക്കെ പാടാൻ കണ്ട് ബേജാറായി പേടിച്ചിട്ട് ഇയാളെത്ത് ഓടിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇനി പാടരുത്, പാടിയത് അതിനെ പാടി ഇനി നിങ്ങൾ പാടരുത്. മാത്രമല്ല അബൂ സുഫിയാൻ ഇബ്നു ഹർബ് അദ്ദേഹത്തോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട് പിന്നീട്, നിങ്ങളെന്താണ് ഈ ചെയ്യണത്? നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പാടുകയാണോ? അദ്ദേഹം എന്തൊക്കെയാണ് നിങ്ങളോട് ചെയ്ത ദ്രോഹങ്ങൾ നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് കുറേ ഹലാലായ സംഗതികൾ ഹറാമാക്കിയിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഹറാമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയിഷ എന്നിവർ ചോദിച്ചു, എന്താണ് അദ്ദേഹം ഹറാമാക്കുന്നത്? അപ്പോൾ പറഞ്ഞു, വ്യഭിചാരം അത് പാടില്ല എന്നാണ് അയാൾ പറയുന്നത്, ചൂതുകളി പാടില്ല എന്നാണ് പറയുന്നത്, പലിശ പാടില്ല എന്നാണ് പറയുന്നത്, കള്ള് പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണോ? ഇതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖം ദുനിയാവിലുണ്ടാവുക? നിങ്ങൾ അവസാന കാലഘട്ടത്തിൽ നിങ്ങളിപ്പോൾ ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾ ഇനി മൂപ്പര് പോയിട്ട് പാടരുതെന്ന് പറഞ്ഞു. ഇതിങ്ങനെ കേട്ടപ്പോൾ ആയിഷ ഇബ്നു മൈമൂനും തോന്നി, ശരി എന്നായിക്കോട്ടെ, ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ കുറേശ്ശികൾ എന്ത് ചെയ്തു, കുറേ പൈസയും പണവും കൊടുത്തു. എന്ന് പറഞ്ഞാൽ 100 ഒട്ടകം ഇയാൾക്ക് സമ്മാനമായി കൊടുത്തു. ഞങ്ങൾ മുന്നിൽ മുണ്ടണ്ട പോയി കോളി എന്ന് പറഞ്ഞിട്ട് 100 ഒട്ടകം കൊടുത്തു. ആ 100 ഒട്ടകവും കൊണ്ട് അയാൾ പോയി. എന്നിട്ട് അയാൾ പറഞ്ഞു, 100 ഒട്ടകം കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, അതമത്തഉ ബിഹാ സനതൻ സുമ്മ ഉസ്ലിമു. സംഭവം എനിക്ക് ഇസ്ലാം ശരിയാണ്, സത്യമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ പാടെ ഹറാമാക്കി കൊണ്ടുനടക്കാനൊന്നും ഇപ്പം എന്നെ കൊണ്ട് കഴിയില്ല. മാത്രമല്ല 100 ഒട്ടകം എനിക്ക് കിട്ടിയില്ലേ, ഞാൻ ഒരു കാര്യം ചെയ്യും, അതമത്തഉ ബിഹാ, ഈ 100 ഒട്ടകങ്ങൾ കൊണ്ട് ഞാൻ എന്താവും, സുഖിക്കും, സനത്തൻ, ഒരു കൊല്ലം ഞാനൊന്ന് അടിച്ചു പൊളിക്കട്ടെ. ഈ 100 ഒട്ടകങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ ചൂതാട്ടം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് അടിച്ചു പൊളിക്കട്ടെ. എന്നിട്ട് സുമ്മ മുസ്ലിമും, പിന്നെ ഞാൻ മുസ്ലിം ആവും. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുസ്ലിം ആവും. ഇതും പറഞ്ഞിട്ട് എന്തായി, ഫറജഅ ഇലാ ഖൗമിഹി, ഇയാൾ നാട്ടിലേക്ക് മടങ്ങി. പക്ഷേ അയാൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അയാളുടെ ഒട്ടകത്തിൽ നിന്നും താഴെ വീണ് മരിച്ചു എന്നാണ്. അയാൾ ഒട്ടകത്തിൻ്റെ മേലെ നിന്ന് വീണിട്ട് പെരയ്ക്ക് എത്തിയിട്ടില്ല, അതിന് മുമ്പ് അയാൾ മരിച്ചുപോയി. അയാൾ പറഞ്ഞാൽ എന്താ, ഒരു കൊല്ലം ഞാൻ അതുകൊണ്ടെന്ന് അടിച്ചു പൊളിക്കട്ടെ, അടുത്തുള്ള ഞാൻ മുസ്ലിം ആവാം. അതമത്തഉ ബിഹാ സനതൻ സുമ്മ ഉസ്ലിമു. പിന്നെ എന്ന് പറഞ്ഞാൽ അയാൾ നരകത്തിലേക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ഹിദായത്ത് ശരിക്കും അല്ലാഹു തആല ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടും അയാൾ പിന്മാറി. ഇതായിരിക്കും തസ്വീഫിൻ്റെ പരിണിത ഫലം. നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് സംബന്ധമായി കുറച്ചുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.